ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ച്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫാമിലി, കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ കിൻഷിപ്പിനെ കുറിച്ചും പറഞ്ഞു, ബന്ധുത്വത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് അടുത്തൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായ മാരേജിനെ കുറിച്ചാണ് പറയുന്നത്. വിവാഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ലോകമെമ്പാടും കാണപ്പെടുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. ഇതിലൂടെ ജനങ്ങളുടെ ലൈംഗിക ജീവിതം നിയന്ത്രിക്കാനും ക്രമീകരിക്കുന്നതിനും സാധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ വിവാഹം എന്നത്. ദാറ്റ് ഈസ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് സെക്സ് ലൈഫ് ഓഫ് പീപ്പിൾ. ഇത് ശരിക്കും ഒരു ലീഗൽ കോൺട്രാക്ട് പോലെയാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ലീഗൽ കോൺട്രാക്ട് ആണ്. ദാറ്റ് എസ്റ്റാബ്ലിഷസ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ ദം. അവരുടെ ഇടയിൽ അവകാശങ്ങളും അതേപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളും ഈ ഒരു വിവാഹത്തിലൂടെയാണ് കൊണ്ടുവരുന്നത്. അതിനുള്ള ഒരു ലീഗൽ കോൺട്രാക്ട് പോലെയാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരാകുന്ന സമയത്ത് സാമൂഹ്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു കുടുംബം രൂപീകരിക്കുക എന്നുള്ളതാണ്. വിവാഹത്തിന്റെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് കുടുംബം രൂപീകരിക്കുക എന്നുള്ളതാണ്. ഒന്നിച്ച് ജീവിക്കാനുള്ള സാമൂഹ്യ അനുവാദം വിവാഹം എന്ന സ്ഥാപനത്തിലൂടെ സ്ത്രീക്കും പുരുഷനും ലഭിക്കുന്നു. It is the socially sanctioned sex relationship involving two or more people of the opposite sex. ഇതിലൂടെ പങ്കാളികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നു. അതിനുള്ള ഒരു സാമൂഹിക സാംസ്കാരിക സ്ഥാപനമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അതിന്റെ ആചാരങ്ങളും ചടങ്ങുകളും ഔപചാരികതകളും എല്ലാം തന്നെ ചിട്ടയോടുകൂടി നിർവഹിക്കപ്പെടുന്നുണ്ട്. അത് ഓരോ സമൂഹത്തിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ചില സമൂഹങ്ങളിൽ പല തരത്തിലുള്ള വിലക്കുകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും വിവാഹം, കുടുംബം എന്നീ സങ്കല്പങ്ങൾ ഒത്തൊരുമിച്ച് പോകുന്നവയാണ്. ഇനി നമ്മൾ പറയുന്നത് വിവാഹത്തിന്റെ വിവിധ രൂപങ്ങളാണ്. പങ്കാളികളുടെ എണ്ണത്തെ ആസ്പദമാക്കി വിവാഹങ്ങളെ രണ്ടായി തിരിക്കുന്നുണ്ട്. മോണോഗമി എന്നും, മോണോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക പത്നിത്വം. രണ്ടാമത് വരുന്നത് പോളിഗമി, മോണോഗമി ആൻഡ് പോളിഗമി. ഈ പോളിഗമി എന്നെ രണ്ടായി തിരിക്കുന്നുണ്ട്. പോളിഗ്നി ആൻഡ് പോളിയാൻഡ്രി, അങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. പങ്കാളികളുടെ എണ്ണത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പൊ മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താ? മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അർത്ഥം. ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുന്നതിനെയാണ് ഏക പത്നിത്വം എന്ന് പറയുന്നത്, മോണോഗമി എന്ന് പറയുന്നത്. ഈ സമ്പ്രദായം അനുസരിച്ച് പങ്കാളികൾക്ക് ഒരൊറ്റ ജീവിത പങ്കാളി മാത്രമേ അനുവദനീയമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഒരൊറ്റ സ്ത്രീയെ, ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുന്ന ആ ഒരു സമ്പ്രദായത്തെയാണ് ഏകപത്നിത്വം എന്ന് പറയുന്നത്, മോണോഗമി എന്ന് പറയുന്നത്. മിക്ക സമുദായങ്ങളിലും കണ്ടുവരുന്ന ഒരു സാധാരണ വിവാഹ സമ്പ്രദായമാണ് ഈ മോണോഗമി എന്ന് പറയുന്നത്. എന്നാൽ ചില ഗോത്രങ്ങൾ ഒരേ സമയം തന്നെ ഒന്നിലധികം പങ്കാളികളെ അനുവദിക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് ബഹുപത്നിത്വം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഒരേ സമയം വിപരീത ലിംഗത്തിൽപ്പെട്ട ഒന്നിലധികം വ്യക്തികളെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായത്തെയാണ് പോളിഗമി അല്ലെങ്കിൽ ബഹുപത്നിത്വം എന്ന് പറയുന്നത്. ഒരു വ്യക്തി വിപരീത ലിംഗത്തിലുള്ള ഒരു പുരുഷനാണെങ്കിൽ രണ്ടോ അതിലധികമോ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ രണ്ടോ അതിലധികമോ പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നതിനെയാണ് ബഹുപത്നിത്വം എന്ന് പറയുന്നത്, പോളിഗമി എന്ന് പറയുന്നത്. ഒന്നിലധികം പങ്കാളികൾ ഉണ്ടാകുന്നതിനെയാണ് പോളിഗമി എന്ന് പറയുന്നത്. ഈ ഒരു സമ്പ്രദായം അനുസരിച്ച് ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാം. അതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കാനും അനുവാദം നൽകുന്നു. ഇനി ഇതിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ബഹുഭാരിത്വം എന്നും ബഹുഭർത്തൃത്വം, പോളിയാൻഡ്രി എന്നും. പോളിഗിനി ആൻഡ് പോളിയാൻഡ്രി. ഇനി എന്താണ് പോളിഗിനി നോക്കാം. ബഹുഭാരിത്വം എന്ന് പറയുന്നത് ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനെയാണ് ബഹുഭാരിത്വം എന്ന് പറയുന്നത്. ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനെയാണ് ബഹുഭാരിത്വം എന്ന് പറയുന്നത്. പുരാതന കാലത്ത് ഇത്തരം വിവാഹങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് അത്ര തന്നെ ഇത് പ്രായോഗികത്തില്
ഇല്ല. ഇനി പോളിയാൻഡ്രി എന്ന് പറയുന്നത്, ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത്. ഈ ഒരു സമ്പ്രദായം കൂടുതലും നിലനിൽക്കുന്നത് ടിബറ്റിലാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള തോടർ, കോടന്മാർ തുടങ്ങിയ ഗോത്രവർഗങ്ങൾക്കിടയിലും ഈ ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പങ്കാളികളുടെ എണ്ണത്തെ ആസ്പദമാക്കി രണ്ടായി തിരിക്കുന്നുണ്ട്, മോണോഗമി എന്നും പോളിഗമി എന്നും. മോണോഗമി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരൊറ്റ പങ്കാളി മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ എന്ത് പറയുന്നു? മോണോഗമി എന്ന് പറയുന്നു. പോളിഗമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒന്നിലധികം വിപരീത ലിംഗത്തിലുള്ള ഒന്നിലധികം വ്യക്തികളെ വിവാഹം ചെയ്യുന്നതിനെയാണ് പോളിഗമി എന്ന് പറയുന്നത്. ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതും ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം ചെയ്യുന്നതും പോളിഗമിയിലാണ് വരുന്നത്. അത് തന്നെ രണ്ടായിട്ട് വരുന്നുണ്ട്, പോളിഗിനി ആൻഡ് പോളിയാൻഡ്രി. പോളിഗനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനെയാണ് പോളിഗനി അല്ലെങ്കിൽ ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. പോളിയാൻഡ്രി എന്ന് പറയുന്നത്, ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം ചെയ്യുന്നതിനെയാണ് ബഹുഭർത്തൃത്വം അഥവാ പോളിയാൻഡ്രി എന്ന് പറയുന്നത്. അടുത്തതാണ് സീരിയൽ മോണോഗമി, പരമ്പര ഏകപതിത്വം അല്ലെങ്കിൽ പരമ്പര ഏകപത്നിത്വം എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ഈ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരു പങ്കാളിക്ക് ഒരാൾക്ക് ഒന്നിലധികം പങ്കാളികൾ അനുവദനീയമല്ല. പക്ഷേ അയാളുടെ പങ്കാളിയുടെ മരണശേഷമോ അല്ലെങ്കിൽ മോചനം നേടിയതിനു ശേഷമോ വേണമെങ്കിൽ പുനർവിവാഹം ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്? സീരിയൽ മോണോഗമി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ക്യാൻ മാരി അഗെയിൻ on the death of first spouse or after divorce. At the same time they cannot have more than one spouse. ഒന്നിലധികം പങ്കാളികൾ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അയാളുടെ പങ്കാളിയുടെ മരണശേഷമോ അല്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങിയതിനു ശേഷം, വിവാഹമോചനം നേടിയതിനു ശേഷമോ മറ്റൊരു വ്യക്തിയെ വിവാഹം ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്? സീരിയൽ മോണോഗമി എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് അറേഞ്ച്ഡ് മാരേജസ് ആണ്. ചില സമൂഹങ്ങളിൽ മാതാപിതാക്കളുടെയും അതേപോലെ തന്നെ ബന്ധുക്കളുടെ എല്ലാം സമ്മതത്തോടുകൂടി വിവാഹം നടക്കുന്നുണ്ട്. പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീക്കോ തങ്ങളുടെ പങ്കാളികളെ തെരഞ്ഞെടുക്കുന്നതിന് അവസരം ഉണ്ടായിരിക്കുകയില്ല. അതിനെയാണ് ഏർപ്പെടുത്തുന്ന വിവാഹങ്ങൾ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജസ് എന്ന് പറയുന്നത്. ഇൻ സം സൊസൈറ്റീസ് പാരന്റ്സ് ഓർ റിലേറ്റീവ്സ് അറേഞ്ച് പാർട്ട്നേഴ്സ് ആൻഡ് ദ ഗേൾ ഓർ ബോയ് ഹാസ് നോ ചോയ്സ്. അവിടെ ഈ വിവാഹം കഴിക്കുന്ന സ്ത്രീയുടെയോ അല്ലെങ്കിൽ പുരുഷന്റെയോ സമ്മതമൊന്നും ചോദിക്കാറില്ല. പാരന്റ്സോ റിലേറ്റീവ്സോ ആയിരിക്കും ആ വിവാഹം ഏർപ്പെടുത്തുന്നുണ്ടായിരിക്കുക. അത്തരത്തിലുള്ള വിവാഹങ്ങളെയാണ് അറേഞ്ച്ഡ് മാരേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് എൻഡോഗമി ആൻഡ് എക്സോഗമി, സ്വവംശത്തിൽ നിന്നുള്ള വിവാഹങ്ങളും അന്യജാതിയിൽ നിന്നുള്ള വിവാഹങ്ങളും. അതിൽ ആദ്യം എൻഡോഗമി എന്താണെന്ന് നോക്കാം. എൻഡോഗമി, മാരിയിങ് എ പേഴ്സൺ ഫ്രം വിത്തിൻ വൺസ് ഓൺ ഗ്രൂപ്പ്. അവരുടെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. തങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഇപ്പൊ അവരുടെ തന്നെ ജാതിന്നോ അല്ലെങ്കിൽ അവരുടെ തന്നെ വർഗത്തുനിന്നോ അവരുടെ തന്നെ മതത്തിന്നോ ഗോത്രത്തിന്നോ ഒക്കെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. സ്വന്തം വംശത്തിൽ നിന്ന് തന്നെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ ഇന്ത്യയിലെ ബ്രാഹ്മണരെ ഒരിക്കലും ക്രിസ്ത്യാനികളെ വിവാഹം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുതിയ കാലത്തല്ല, ആദ്യ കാലങ്ങളിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ബ്രാഹ്മണരെ മാത്രം, ക്രിസ്ത്യാനികളെ മാത്രം, അതേപോലെ മുസ്ലിംസിന് മാത്രം വിവാഹം ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. പുരാതന കാലത്തൊക്കെ ഈ എൻഡോഗമിയാണ് നിലനിന്നിരുന്നത്. അതിന്റെ നേരെ വിപരീതമാണ് എക്സോഗമി എന്ന് പറയുന്നത്. സ്വന്തം ഗ്രൂപ്പിന് പുറമെ നിന്നുള്ള സംവൺ മാരീസ് ഫ്രം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. അവരുടെ തന്നെ ഗ്രൂപ്പിന് പുറമെ നിന്നുള്ള ഒരാളെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുക്കുന്നതിനെയാണ് എക്സോഗമി എന്ന് പറയുന്നത്. അവിടെ ഈ രക്തബന്ധമുള്ളവരോ അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിൽ നിന്നുള്ളവരോ വിവാഹം കഴിക്കുന്നത് അനുവദനീയമായിരിക്കില്ല. വ്യത്യസ്ത മതം, വ്യത്യസ്ത വർണ്ണം എന്നിവയിൽ നിന്നുള്ളവരെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു വിവാഹ സമ്പ്രദായമാണ് ഈ എക്സോഗമി എന്ന് പറയുന്നത്. അന്യജാതിയിൽ നിന്നുള്ള വിവാഹം.
നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ക്രിസ്ത്യൻസ് ഈ ബ്രാഹ്മണരെ അല്ലെങ്കിൽ ഹിന്ദുസിനെ വിവാഹം കഴിക്കുന്നതെല്ലാം നമുക്ക് എന്ത് പറയാം, എക്സോഗമി ആയിട്ട് പറയാം. അപ്പൊ ഇത്രയാണ് പ്രധാന വിവാഹ രൂപങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് വിവാഹം എന്ന് പറഞ്ഞു, അതിന്റെ വിവിധ രൂപങ്ങളും പറഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക്